എന്തുകൊണ്ട് പി വി അൻവർ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർക്കുന്നു? ഇത് വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം തേടി ചെല്ലുന്നവർക്ക് ഒരു കുടിപ്പകയുടെ കഥയാണ് ലഭിക്കുന്നത്. പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിച്ചതും ഒരു കുടിപ്പകയുടെ കഥ തന്നെയാണ്. ആര്യാടൻ മുഹമ്മദും അൻവറിൻ്റെ പിതാവ് പി വി ഷൗക്കത്തലിയും തമ്മിൽ പണ്ടേ ശത്രുതരായിരുന്നു. ഇരുവരും ബന്ധുക്കളാണ്. പക്ഷേ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന രീതിയിലായിരുന്നു ഇരുവരുടെയും പോക്ക്. പി വി ഷൗക്കത്തലി AICC അംഗമായി. പക്ഷേ പി വി ഷൗക്കത്തലിയെ ഒതുക്കാൻ ആര്യാടൻ മുഹമ്മദ് ശ്രമിക്കുന്നു എന്ന ആരോപണം പി വി ഷൗക്കത്തലിയുടെ അനുയായികൾക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 1995 പി വി ഷൗക്കത്തലി ഒരു കൊലക്കേസിൽ പ്രതിയാകുന്നത്. അദ്ദേഹത്തിൻ്റെ വയസ്സാം കാലത്ത് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടു. അടിവസ്ത്രം മാത്രം ധരിച്ച് ലോക്കപ്പിൽ കിടക്കേണ്ട ഗതികേട് പി വി ഷൗക്കത്തലിക്ക് വന്നു. അന്ന് പി വി ഷൗക്കത്തലിയുടെ കുടുംബം ആര്യാടൻ മുഹമ്മദിനോട് പി വി ഷൗക്കത്തലിയെ ലോക്കപ്പിൽ ഇടരുതെന്നും ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷേ പി വി ഷൗക്കത്തലിയോടുള്ള കൊടും പക കാരണം ആര്യാടൻ മുഹമ്മദ് പി വി ഷൗക്കത്തലിയെ രക്ഷിക്കാൻ ഇടപെട്ടില്ല. ഇത് അൻവറിൻ്റെ മനസ്സിൽ പകയായി വളർന്നു. ആര്യാടൻ മുഹമ്മദിനെ ഏതു വിധേനയും തകർക്കുക, അതായിരുന്നു പിന്നീട് അൻവറിൻ്റെ ലക്ഷ്യം. 2016 ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ട് അൻവർ ആ പക വീട്ടി. ഇതാണ് അൻവറും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം. ഈ പ്രശ്നമാണ് ഇപ്പോൾ നിലമ്പൂരിൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടത്. വേറെ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന നിർബന്ധ ബുദ്ധി പി വി അൻവർ കാണിച്ചത്. BS ജോയിയല്ല, വേറെ ആര് മത്സരിച്ചാലും പി വി അൻവർ പിന്തുണയ്ക്കുമായിരുന്നു. പക്ഷേ കുടിപ്പക കാരണം, കുടുംബങ്ങൾ തമ്മിലുള്ള കുടിപ്പക കാരണം ആര്യാടൻ ഷൗക്കത്തിനെ പിന്താങ്ങാൻ പി വി അൻവർ തയ്യാറാവുകയും ഇല്ല. രാഷ്ട്രീയത്തിൽ ശത്രുക്കളും മിത്രങ്ങളുമില്ല എന്നൊരു ചൊല്ലുണ്ടെങ്കിലും പി വി അൻവറിൻ്റെ മനസ്സിലെ പക ഇതുവരെയും മാറിയിട്ടില്ല. 2016 ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ട് പി വി അൻവർ, ഇടതു സ്വതന്ത്രനായി നിന്ന് തോൽപ്പിച്ചുകൊണ്ട് പി വി അൻവർ ആര്യാടൻ മുഹമ്മദിനോടുള്ള പക വീട്ടുകയായിരുന്നു. പക വീട്ടാനുള്ളതാണ്. ഇതാണ് പി വി അൻവറിൻ്റെ തത്വശാസ്ത്രം. പക വീട്ടാനുള്ളതാണ്, അത് ഏതു വിധേനയും വീട്ടും. ഇതാണ് പി വി അൻവർ ഇപ്പോൾ നിലമ്പൂരിൽ കാണിച്ചിരിക്കുന്നത്. അതേസമയം പി വി അൻവറിൻ്റെ വാക്കുകൾക്ക് വലിയ വില കൊടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വവും തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുമ്പോൾ പി വി അൻവറിൻ്റെ കുടിപ്പക കൂടുതൽ ശക്തി ആർജിക്കുകയാണ്. ഒരുപക്ഷെ പി വി അൻവർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നിന്നേക്കാം. ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കുക എന്നുള്ളത് പി വി അൻവറിൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം അദ്ദേഹം ഏതു വിധേനയും സാധിച്ചിരിക്കും. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും UDF, കോൺഗ്രസ് പി വി അൻവറിനെ അംഗീകരിക്കില്ല. പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം MLA സ്ഥാനം രാജിവെച്ചതും പിണറായി വിജയനെതിരെ കൊമ്പുകോർത്തതും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പരാജയമായി മാറി. തൻ്റെ പിതാവ് കൊലക്കേസ് പ്രതിയായപ്പോൾ അദ്ദേഹത്തെ ആര്യാടൻ മുഹമ്മദ് സംരക്ഷിച്ചില്ല എന്ന പക പി വി അൻവറിൻ്റെ മനസ്സിൽ ഉലയാതെ നിൽപ്പുണ്ട്. ഇത് പി വി അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ട് പക വീട്ടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി ആയപ്പോൾ പി വി അൻവറിൻ്റെ പക ഉണർന്നു. ആ പകയാണ് ഇപ്പോൾ പി വി അൻവറിനെ റബലാക്കി മാറ്റിയിരിക്കുന്നത്. എന്തായാലും നിലമ്പൂരിൽ ഉടനീളം പി വി അൻവറിൻ്റെ ഫ്ലക്സ് ബോർഡുകൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ വെച്ചിരിക്കുന്നു.
നിലമ്പൂരിൻ്റെ സുൽത്താൻ തുടരും എന്നുള്ള ഫ്ലക്സ് ബോർഡുകൾ. അതിനർത്ഥം PV അൻവർ മത്സരിക്കും എന്ന് തന്നെയാണ്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തും PV അൻവറും തമ്മിലുള്ള കുടിപ്പകയുടെ കാരണം അവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ്. ആര്യാടൻ മുഹമ്മദും PV ഷൗക്കത്ത് അലിയും ബന്ധുക്കളായിരുന്നു. പക്ഷേ PV ഷൗക്കത്ത് അലിയുടെ വളർച്ചയെ ആര്യാടൻ മുഹമ്മദ് തടഞ്ഞു. PV ഷൗക്കത്ത് അലി AICC അംഗം വരെ ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഉയർച്ച ഉണ്ടായില്ല. അതിന് കാരണം ആര്യാടൻ്റെ തന്ത്രമായിരുന്നു. ഇത് PV അൻവർ മനസ്സിലാക്കുന്നു. കൊലക്കേസ് പ്രതിയായി ഷൗക്കത്ത് അലിയെ അടിവസ്ത്രം മാത്രം ധരിച്ച് ജയിലിലിട്ടപ്പോൾ ആര്യാടൻ മുഹമ്മദ് മൈൻഡ് പോലും ചെയ്തില്ല. എന്തായാലും കുടിപ്പക തുടരും എന്ന് തന്നെയാണ് അൻവറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ തെളിയുന്നത്.